ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമുക്ക് ബുക്ക് പൊതിയുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പൊതിയുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ഒരു ബെല്ലൈക്കൺ കുഞ്ഞിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾ ആദ്യം കണ്ടിട്ട് നമ്മുടെ ബ്ലൂവും പിന്നെ വൈറ്റും പിന്നെ ഈ ബ്രൗൺ പേപ്പേഴ്സുമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് സ്ക്രിബി, പേപ്പർ ഗ്രിഡ്, പിന്നെ ഫേബർ കാസ്റ്റൽ, ക്ലാസ്മേറ്റ് എന്നീ ബ്രാൻഡുകളുടെ നോട്ട്ബുക്ക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് നമുക്ക് കവർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമുക്ക് ഇതേപോലെ ബ്രൗൺ പേപ്പർ കറക്റ്റ് അതിനാവശ്യമുള്ള അത്രയും എടുത്താൽ മതി. ഇത് ഞാൻ ആദ്യം സ്റ്റാപ്ലർ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുറച്ച് അകത്തോട്ട് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ എഡ്ജ് ഭാഗം ഒന്ന് രണ്ടിടത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് ഇതേപോലെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ എല്ലായിടത്തും സ്റ്റാപ്ലർ അടിച്ചാൽ നമ്മുടെ ബുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റാപ്ലർ വെക്കാതെ എങ്ങനെ നമുക്ക് ചെയ്താണെന്നാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ രണ്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബുക്ക് കവറ് കുറച്ച് കൂടുതൽ വേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളിവിടെ സ്റ്റാപ്ലർ യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാപ്ലർ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് കുറച്ച് അധികം തന്നെ വേണം ഇങ്ങനെ ആക്കാൻ വേണ്ടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അതേ പ്രൊസീജിയറാണ്. നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ എഡ്ജുകളൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ബുക്കിൻ്റെ കവറൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതേപോലെ ആ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. എന്നാലേ അത് ജസ്റ്റ് ഇത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു വരും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് അകത്തോട്ട് കയറ്റി കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല കറക്റ്റായിട്ട് ആ എഡ്ജൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബുക്ക് നല്ല ഇതായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ ബുക്കിൻ്റെ സൈഡ് ഇച്ചിരി ഇതായി പോവും, മീൻസ് അത് ഇച്ചിരി കൂടിപ്പോയിട്ട് ആ ഭാഗം ഇച്ചിരി കവറായി പോകും. പക്ഷെ അത് കറക്റ്റായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാത്ത കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് സ്റ്റാപ്ലർ അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.